കലൂരിലെ നൃത്ത പരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ ഉമാ തോമസ് എംഎൽഎക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. മൃദംഗ മിഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കുമെതിരെയാണ് കേസ്. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ജീവന് ഭീഷണി ഉണ്ടാകും വിധം അപകടകരമായി സ്റ്റേജ് നിർമ്മിച്ചതിനാണ് കേസ്. പൊതുസുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും കേസുണ്ട്. 14 അടിയോളം ഉയരത്തിൽ നിന്ന് ഉമാ തോമസ് എംഎൽഎ താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റു എന്നും സ്റ്റേജിന്റെ നിർമ്മാണത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും പാലിച്ചില്ല എന്നും പോലീസ് വ്യക്തമാക്കുന്നു. താൽക്കാലിക സ്റ്റേജിന്റെ മുൻവശത്തുകൂടി ഒരാൾക്ക് നടന്നു പോകാനുള്ള വഴി ഉണ്ടായിരുന്നില്ല, സുരക്ഷാ വേലിയുമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അപകടത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ റിബൺ കണ്ടപ്പോൾ ബലമുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് പിടിച്ചതാകാമെന്ന് സംഘാടകർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരുടെയും പേരുവിവരങ്ങൾ FIRൽ ഇല്ല. തിങ്കളാഴ്ച പുലർച്ചെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. കൊച്ചി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ല എന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട്. എംഎൽഎയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ DK ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിങ്കളാഴ്ച പുലർച്ചെ 1:45 മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. നിലവിലുള്ള ചികിത്സ തൃപ്തികരമാണെന്നും സംഘം വിലയിരുത്തി. തുടർ ചികിത്സകളും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മെഗാ ഭരതനാട്യം തുടങ്ങുന്നതിന് മുൻപ് വൈകിട്ട് 6:30യോടെയാണ് അപകടം. കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ചാണ് ഉമാ തോമസ് എംഎൽഎ വീണത്. ഉടൻ തന്നെ ആംബുലൻസിൽ പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി സജി ചെറിയാൻ, ADGP S ശ്രീജിത്ത്, സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ എന്നിവരുൾപ്പെടെയുള്ള അതിഥികൾ അപകടം നടക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്നു. വേദിയിലെത്തി ഒരു കസേരയിലിരുന്ന ശേഷം പരിചയമുള്ള ഒരാളെ കണ്ടെഴുന്നേറ്റ് കൈകാട്ടി മുന്നോട്ട് നടക്കുകയായിരുന്നു ഉമാ തോമസ്. വേദിയുടെ അരികിലെ താൽക്കാലിക റെയിലിലെ റിബണിൽ പിടിച്ചപ്പോൾ നിലതെറ്റി വീഴുകയായിരുന്നു. വേദിയുടെ താഴെ നിന്നിരുന്നവരാണ് നിലവിളി കേട്ട് ഓടിയെത്തി MLAയെ ആംബുലൻസിൽ എത്തിച്ചത്.